അപ്പോൾ നമുക്ക് നമ്മുടെ ഭാരത് ബെൻസ് BS4 വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. 12 മീറ്റർ വണ്ടി കേട്ടോ. ഓക്കെ, അതിൽ കൂടെ BS4 ഓടിക്കുകയാണ്. നമ്മൾ BS6 വണ്ടിയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ ഹൈലൈറ്റ് ട്രാവൽസിൻ്റെ 13.5 മീറ്റർ, പിന്നെ റൈഡർ മോഡൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഏതാ സ്പൈസ് കാർലർ വണ്ടി. അതിനുശേഷം ഇപ്പോൾ അതിന് മുന്നേ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്നത് 5:25 സമയത്ത്. 5 മണിയാകുമ്പോഴേക്കും നമ്മൾ എല്ലാ കസ്റ്റമറെയും വിളിക്കുന്നതായിരിക്കും. ഫസ്റ്റ് കോളിങ് 5 മണിക്കാണ്. കോൺഫിഗറേഷൻ അതായത് 2+1 ലേഔട്ടിലാണ് വന്നേക്കുന്നത്. ഈ ഒരു മുകളിൽ താഴെയായിട്ട് ഓരോരോ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. വണ്ടി ബസ്സിൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മൈസൂരാണ് കേട്ടോ. മൈസൂർ എന്തിനാണ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് മുന്നേ തവണ നമുക്ക് ചെയ്യാൻ വിട്ടുപോയൊരു വണ്ടി ഉണ്ടായിരുന്നു. ഭാരത് ബെൻസ് 12 മീറ്റർ വണ്ടി. നമ്മൾ 13 മീറ്റർ വണ്ടികളല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഒരുപാട് വണ്ടികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 12 മീറ്റർ വണ്ടികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആലി ജോസിൻ്റെ വണ്ടികളൊക്കെ ചെയ്തേക്കണം. പക്ഷേ ഒരു പക്ക റിവ്യൂ ആയിട്ട് നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ 12 മീറ്റർ വണ്ടിയുടെ ഒരു റിവ്യൂ ആണ് കേട്ടോ. അത് ആഗ്നി ട്രാവൽസ് തിരുവനന്തപുരത്ത് നിന്ന് മൈസൂർ വരെ പോണ ഒരു സ്ലീപ്പർ വണ്ടിയാണ്. 30ഓളം പേർക്കുള്ള ഒരു സ്ലീപ്പർ കോച്ചാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആഗ്നി ട്രാവൽസ്. അപ്പോൾ ഇത് നമ്മുടെ BS4 ശ്രേണിയിൽ വരുന്ന വണ്ടിയാണ്. നമ്മൾ ഭാരത് ബെൻസ് ഒരുപാട് വണ്ടികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഫസ്റ്റ് ചെയ്ത വണ്ടി ഞാൻ പറഞ്ഞല്ലോ, ഭാരത് ബെൻസ് ഗ്ലൈഡർ, അതിനുശേഷം ഗ്ലൈഡേഴ്സ് മോഡൽ ചെയ്തു, ഗ്ലൈഡേഴ്സ് സ്ലീപ്പർ ചെയ്തു, അങ്ങനെ എല്ലാ മോഡലും ചെയ്തിട്ടുണ്ട്. BS6 വണ്ടിയിലും BS4 വണ്ടിയിലും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആദ്യം നമ്മൾ ഈ BS4 വണ്ടിയിൽ ഗ്ലൈഡർ വണ്ടികളും ഗ്ലൈഡേഴ്സ് സ്ലീപ്പർ MSSൻ്റെ കയ്യിലുള്ള ടൈപ്പ് അത് ആര്യ ചോദിച്ചായിരുന്നു വിറ്റ നമ്മൾ ആര്യയിലാണ് നമ്മൾ ഇതുപോലത്തെ വണ്ടി കണ്ടിട്ടുണ്ടായിരിക്കുക. പഴയ വീഡിയോ കണ്ടവർക്ക് അറിയാം. ആ സെയിം ശ്രേണിയിൽ വന്ന 12 മീറ്റർ ലെങ്ത്തിലുള്ള ഭാരത് ബെൻസ് വണ്ടിയാണ് ഈ ഒരു കിടക്കുന്ന വണ്ടി കേട്ടോ. നമ്മുടെ മേറ്റു സൂപ്പർ സർവീസിൻ്റെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നില്ലേ, ആലിയേക്ക് ഓടുന്ന വണ്ടി. 12 മീറ്റർ ലെങ്ത്താണ് ഈ വരുന്നത്. ഇപ്പോൾ ഈ BS4 വണ്ടിക്ക് ശേഷം ഇപ്പോൾ ഈ 12 മീറ്റർ ലെങ്ത്ത് വണ്ടികൾ കഴിഞ്ഞു. ഇപ്പോൾ 13 മീറ്റർ ലെങ്ത്തുള്ള വണ്ടികളാണ് ഇപ്പോൾ നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ 13 മീറ്റർ വണ്ടികളാണ്. ഇപ്പോൾ ഈ 12 മീറ്റർ വണ്ടികൾ ഇപ്പോൾ ഇല്ല, നിരത്തൊഴിഞ്ഞു. അപ്പോൾ നമ്മളിത് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ കണ്ടന്റ് നമുക്ക് ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനെ ആഗ്നി ട്രാവൽസ്, പിന്നെ കടക്കിലുള്ള ഒരു രഞ്ജിത്ത് ചേട്ടൻ്റെ വണ്ടിയാണിത്. അപ്പോൾ അദ്ദേഹമാണ് ഈ വണ്ടിയുടെ ഓണർ. ഇത് ദേവ് ചിപ്സിൻ്റെ കൊല്ലത്തിലെ ദേവ് ലൈൻസിൻ്റെ വണ്ടിയായിരുന്നു. ഇവരാണ് അത് പിന്നീട് എടുത്തത്. അപ്പോൾ എന്തായാലും അന്ന് നമ്മളിതിൽ യാത്രാ വീഡിയോ ആണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു റിവ്യൂ പോലെ തന്നെ എടുക്കാൻ കിട്ടി. അതാണ് ദൈവത്തിൻ്റെ ഒരു കടാക്ഷം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള വിൻഷീൽഡിൻ്റെ പോർഷനും കാര്യങ്ങളും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ട് നമ്മൾ പറയുന്ന സംഭവം തന്നെ. വലിയൊരു വിൻഷീൽഡിൻ്റെ പോർഷനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ബാലാജിയുടെ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആഗ്നി എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പ്രൊണൗൺസ് ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ആഗ്നി. അപ്പോൾ ഈ രണ്ട് സൈഡിൽ 2 കൊമ്പുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് ഭാരത് ബെൻസിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ കാറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കും കേട്ടോ. കാരണം നല്ല ഒരു മരത്തിൻ്റെ താഴെ ഇട്ടിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഉച്ച നേരത്തെ വീഡിയോ എടുക്കണേ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ചൂട് വേണ്ട വെച്ചിട്ടാണ് അത് താഴെ ഇട്ടത്. പക്ഷെ നല്ല കാറ്റ്. അപ്പോൾ താഴെയായിട്ട് ഹണികോം ഗ്രില്ലും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് പ്രകാശിൻ്റെ ഒരു ലോഗോട് കൂടിയിട്ടുള്ള ഒരു എംബ്ലം. പിന്നെ തൊട്ടിപ്പുറത്ത് കുറച്ച് അഡീഷണൽ ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വണ്ടി മൈസൂർ തിരുവനന്തപുരം റൂട്ടിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് 5:30 മണിക്ക് വൈകുന്നേരത്ത് പോകുന്നുണ്ടെങ്കിൽ രാവിലെ 8:30 മൈസൂർ എത്തുന്ന രീതിയിലാണ്. തിരിച്ചും അതുപോലെ 5:30 പോയി 8:30 തിരുവനന്തപുരത്ത് എത്തുന്ന രീതിയിലാണ് ഈ വണ്ടിയുടെ ഷെഡ്യൂൾ കേട്ടോ. അപ്പോൾ ബുക്ക് ചെയ്യാനുള്ളവരൊക്കെ ബുക്ക് ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇതിൽ ക്രൂ മെമ്പേഴ്സായിട്ട് നമ്മുടെ അജ്മൽ അതുപോലെ തന്നെ വിഷ്ണു എന്ന് പറഞ്ഞാൽ അവരൊക്കെയാണ് ഇതിൽ ഇപ്പോൾ ക്രൂ മെമ്പേഴ്സൊക്കെ ആയിട്ടുള്ളത്.
അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ടിലത്തെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ. പിന്നെ വിട്ടുപോയൊരു സംഭവമാണ് ഹെഡ് ലാമ്പ്സ് ആണ്. അതിൻ്റെ ഹെഡ്ലൈറ്റ്സ് 3 പോർട്ടോടുകൂടിയുള്ള ഹെഡ്ലൈറ്റ്സും പിന്നെ അതുപോലെ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഭംഗി ഇത് കാണാനായിട്ട്. താഴെയായിട്ട് ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല ഉരുണ്ട ഷേപ്പാണല്ലോ നമ്മുടെ കെപ്പല്ല, പ്രകാശ് കെപ്പല്ല മോഡലാണ് ഈ ഒരു ബസ്സിൻ്റെ ബോഡി വന്നിട്ടുള്ളത്. പ്രകാശ് കെപ്പല്ല നല്ല ഉരുണ്ട ഒരു ഷേപ്പാണ്. മറ്റേ MG ബിൽറ്റ് പറയുമ്പോൾ സ്ക്വയർ ഷേപ്പ്, ഇത് ഒരു ഉരുണ്ട ഷേപ്പ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഒരു കെപ്പല്ല ബോഡി. പഴയ കെപ്പലിയും പുതിയ കെപ്പലുടെയും വീഡിയോസ് താരതമ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മിസ്റ്റർ ഹോൾഡേഴ്സിൻ്റെ കെപ്പല്ല 13 മീറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ 13 മീറ്റർ നമ്മളെടുത്ത് ചെയ്താൽ റീസെൻ്റായിട്ട് ഹൈലൈറ്റ് ട്രാവൽസിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ MGയുടെ നമുക്ക് കമ്പാരിസൺ 13 മീറ്റർ 12 മീറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൂമ്പോയിട്ട് INM, അതുപോലെ തന്നെ IC, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കുറേ ചെയ്തിട്ടുണ്ട്, ഓർമ്മയില്ല. സരിത ആർട്സിൻ്റെ ഷാജേട്ടൻ്റെ വണ്ടി, അതുപോലെ തന്നെ റീസെൻ്റായിട്ട് ചെയ്ത് നമ്മൾ സ്ലീപ്പർ വണ്ടി സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ മറ്റേ വണ്ടി എന്തായാലും പേര് സ്പേസ് കേരള. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തൊന്ന് നോക്കിയാൽ മതി. ആ വീഡിയോ ഒന്നും നമുക്ക് അധികം റീച്ച് വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ കൂടുതലെടുത്ത് ഞാൻ പറഞ്ഞ് വെറുപ്പിക്കണില്ല, പെട്ടെന്ന് അവസാനിപ്പിക്കണം വെച്ചിട്ടാണ് വീഡിയോ, മനസ്സിലായോ? അപ്പോൾ ഈ അകലേന്ന് കാട്ടിത്തരാം. അകലേന്ന് വരികയാണെങ്കിൽ ഇത് സൈറ്റ് പ്രൊഫൈലൊക്കെ ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. agni-travels.in എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എമർജൻസി എക്സിറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. തിരുപ്പതി ബാലാജിയുടെ ഒരു സ്റ്റിക്കർ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഇത് KL2 രജിസ്ട്രേഷൻ ആട്ടോ. അതായത് നമ്മുടെ കേരള രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഇത് ദേവ് ചിപ്സിൻ്റെ കയ്യിലുള്ള സമയത്തും KL2 തന്നെയായിരുന്നു. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ദേവ് ചിപ്സ് നിങ്ങൾക്ക് അറിയണമായിരിക്കും, ദേവ് നമ്മുടെ ചിപ്സൊക്കെ ഉണ്ടാക്കുന്ന അവരുടെ വണ്ടിയായിരുന്നു ഇത് ആദ്യം. അപ്പോൾ ഇവിടെ 2-3 അറകൾ നമുക്ക് കാണാൻ സാധിക്കും. സ്ഥിരം നമ്മൾ പറയുന്ന ലഗേജ് ബോക്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മെഷീലിൻ്റെ ടയർ, പിന്നെ സൈസൊക്കെ നമുക്ക് സ്ഥിരം പറഞ്ഞ 285/80, 22.5 ട്യൂബ്ലെസ് ടയറാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഓവറോൾ നമുക്ക് സൈഡിൽ നിന്നുള്ള കാഴ്ചകൾ കാര്യങ്ങളൊക്കെ. നമ്മൾ ഒരു പക്ക റിവ്യൂ ആയിട്ട് നമ്മളിത് കണക്കാക്കണ്ട. ഇതിൻ്റെ ഒരു യാത്രാ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ബാക്കിൽ വരികയാണെങ്കിൽ നമുക്ക് ഇതുപോലെ agni-travels.in അവരുടെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. വെബ്സൈറ്റിലല്ല, അവർ സ്റ്റിക്കർ അവിടെ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റ് തൊട്ട് താഴെയായിട്ട് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്, ബമ്പറിൻ്റെ മോളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വെബ്സൈറ്റിനേക്കാളും നല്ലത് ഇവരുടെ നമ്പറിൽ പോയിട്ട് ബുക്ക് ചെയ്താൽ കുറച്ചുകൂടി നല്ലതാണ്. ഇതാണ് അവരുടെ മൈസൂർ നമ്പർ എഴുതിയിരിക്കുക. അതുപോലെ ഇത് തിരുവനന്തപുരത്തുള്ള നമ്പറാണ്. അപ്പോൾ ഇതിൽ കോൺടാക്ട് ചെയ്താൽ മതി. വാട്സപ്പിലൊക്കെ ബുക്ക് ചെയ്താൽ റേറ്റ് കുറവിൽ കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും രഞ്ജിത്ത് ചേട്ടനാണ് ഇതിൻ്റെ ഓണർ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഓണർ ആരാണെങ്കിലും അവരുടെ അടുത്ത് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞപ്പോഴേക്കും എനിക്ക് വണ്ടി വിട്ടെന്ന് അതാണ് അവർ ഫുൾ. പിന്നെ ഇതിൽ സ്റ്റാഫ്സൊക്കെ നല്ല സപ്പോർട്ടീവാണ് കേട്ടോ, അതും പറയാതെ വയ്യ. അപ്പോൾ agni-travels എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബിസിനസ് ക്ലാസ് AC സ്ലീപ്പർ എന്ന് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് പ്രകാശിൻ്റെ ഒരു എംബ്ലം ലോഗോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. AKDF ഓൾ കേരള ഡ്രൈവർ ഫെഡറേഷൻ അങ്ങനത്തെ ഒരു സാധനം സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മൈസൂർ തിരുവനന്തപുരം നമ്പറുകൾ. പിന്നെ ഇതുപോലെ ടെയിൽ ലാംപ്സ് കാണാൻ സാധിക്കും. ടെയിൽ ലാംപ്സിൽ ഇൻഡിക്കേറ്റർ, പാർക്ക്, ബ്രേക്ക് അങ്ങനെയല്ല അതും നമുക്ക് കാണാൻ സാധിക്കും. ബമ്പർ വലിയൊരു പഴയ നമ്മുടെ കെപ്പല്ല മോഡൽ വണ്ടികളുടെ ഒരു ബാക്ക് ഡിസൈൻ ഇങ്ങനെയായിരുന്നു. ഇപ്പം ഇറങ്ങുന്ന വണ്ടികൾ മൈന്യൂട്ടായിട്ട് ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്, അത്ര തന്നെ ഉള്ളൂ. അല്ലാതെ കൂടുതലൊന്നുമില്ല. 13 മീറ്റർ വണ്ടിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല, എന്നാലും വ്യത്യാസം ഉണ്ട് താനും. അപ്പോൾ ഈ സൈഡ് പ്രൊഫൈലൊക്കെ വ്യത്യാസം നമ്മൾ അപ്പുറത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് ഇതിൽ കൂടുതൽ പറയാനായിട്ടൊന്നുമില്ല. അവിടെയുള്ള അതേ സംഭവങ്ങൾ തന്നെയാണ് നമുക്ക് സൈഡിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക, ചന്ദന കളറാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ഒരു റെഡ് ആൻഡ് ഒരു മെറൂൺ തീമിലുള്ള ഒരു ഡിസൈൻ പോകുന്നുണ്ട്. അത് ഈ വണ്ടിക്ക് നല്ലൊരു അഴകായിരിക്കുന്നുണ്ട്, എന്തായാലും ഭംഗിയായിരിക്കുന്നു. പിന്നെ നമ്മളെ ചാനലിൽ ഒരുപാട് വീഡിയോ റീസെൻ്റായിട്ട് INM ഗ്രൂപ്പിൻ്റെ നമ്മൾ വോൾവോ ചെയ്തു. ആ വീഡിയോ ഒന്നും ആരും എടുത്ത് കണ്ടിട്ടില്ല. ദയവ് ചെയ്തിട്ട് ഒന്ന് കാണാൻ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. തൊട്ട് താഴെ കിടക്കുന്ന ആ വീഡിയോ ആയിരിക്കും. വോൾവോ കേരളത്തിൽ തന്നെ 2 വോൾവോ ഇറങ്ങിയിട്ടില്ല. ഇത് ഒരു വോൾവോ നമ്മളിപ്പോൾ എടുത്തിട്ട് ചെയ്തിട്ടുള്ളത്, വോൾവോ 9600. അപ്പോൾ അതെടുത്തിട്ടൊന്ന് കാണുക കേട്ടോ. അതിന് താഴെ നമ്മുടെ ഹൈലൈറ്റ് ട്രാവൽസിൻ്റെ സ്ലീപ്പർ വണ്ടിയും ചെയ്തിട്ടുണ്ട്. 13 മീറ്റർ വണ്ടിയാണെങ്കിൽ ആ 2 വണ്ടികളും. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും, ഒന്ന് കാണാൻ സപ്പോർട്ട് ചെയ്യുക. വ്യൂസാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് വ്യൂസ് ഇല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള കണ്ടൻറ്റുകൾ എടുക്കാനായിട്ട് നമുക്ക് വളരെ മടിയാണ്. ഞാൻ സർവീസിൻ്റെ വീഡിയോസ് ഒരുപാട് ചെയ്തു തരുന്നതാണ്. പല ആളുകൾ ചെയ്യുമ്പോൾ ഒരുപാട് വ്യൂസ്, നമ്മൾ ചെയ്യുമ്പോൾ വ്യൂസ് കുറയും. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ അത് കുറച്ച് അങ്ങനെ പതിയെ ഒഴിവാക്കി, അതുണ്ടായത്, മനസ്സിലായില്ലേ? അപ്പോൾ റിവ്യൂ ചെയ്യുമ്പോൾ പിന്നെയും നമുക്ക് വ്യൂസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് റിവ്യൂ എന്ന രീതിയിൽ നമ്മൾ കൂടുതൽ വീഡിയോ ഇടാൻ തുടങ്ങി. പക്ഷേ എന്നിരുന്നാലും വ്യൂസൊക്കെ വളരെ കുറവാണ്, വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് നിങ്ങളുടെ ഉണ്ടായിരിക്കണം. പിന്നെ ഇതിൽ എന്താണ് എമ്യൂണിറ്റീസ് കൊടുത്തിട്ടുള്ളതെന്നൊക്കെ നോക്കാം. ഇതിൽ ലൈവ് ട്രാക്കിങ്, ചാർജിങ് പോയിൻറ്റ്, CCTV, വൈഫൈ, വുമൻ സേഫ്റ്റി, ഓൺ ടൈം ഡിപ്പാർച്ചർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവരുടെ സെറ്റപ്പ്. ഓക്കെ, അപ്പോൾ
നമുക്ക് സേഫ്റ്റി ആണല്ലോ പ്രധാനം. അപ്പോൾ സേഫ്റ്റിക്കൊക്കെ പ്രധാനം കൽപ്പിക്കുന്ന ഒരു വണ്ടിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലൊക്കെ ബുക്ക് ചെയ്യുക, സെറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ കൂടുതൽ എന്ന് പറയുന്നില്ല, ഉള്ളിലേക്ക് കയറുകയാണ് നമ്മൾ പെട്ടെന്ന് തന്നെ. അപ്പോൾ വണ്ടി ഉള്ളിൽ കയറിയിരിക്കുകയാണ്, നമ്മൾ പെട്ടെന്ന് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ 12 മീറ്റർ വണ്ടി ഓൾറെഡി നമ്മൾ MSSൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച ആലിയ ചോദിച്ചേട്ടൻ്റെ വണ്ടിയൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആലിയയിൽ കുറേ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഒരുപാട് തവണ നമ്മൾ ഈ ഒരു വണ്ടിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒക്കെ കാണുക. 12 മീറ്റർ ലെങ്ത്തുള്ള ഭാരത് ബെൻസിൻ്റെ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ കുറേ ഇതിന് മുന്നേ കാട്ടിയതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് BS4 ശ്രേണിയിൽ വരുന്ന വണ്ടിയാണ്. അപ്പോൾ 12 മീറ്റർ ലെങ്ത്തുള്ള വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ബെർത്തും കാര്യങ്ങളൊക്കെ ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. കണ്ടില്ലേ, ഇവിടെ 2 പേർക്ക് കിടക്കാൻ പറ്റുന്ന ഒരു സൗകര്യമാണ് ഇതിൽ ചെയ്തു കൊടുത്തിട്ടുള്ളത്. പിന്നെ ആ ഒരു സൈഡിലായിട്ട് ചാർജിങ് പോർട്ടൽസ്, അതുപോലെ മൊബൈൽ ഹോൾഡേഴ്സ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ സൈഡിലായിട്ട് ഹാമറുകൾ കൊടുത്തിട്ടുണ്ട് ഓരോ പില്ലറിൻ്റെ മുകളിൽ. പിന്നെ ലഗേജൊക്കെ വയ്ക്കാനായിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ടല്ലേ. പിന്നെ ഇതിൻ്റെ കിടക്ക, അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലാങ്കറ്റ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു തീമിലാണ് വന്നിട്ടുള്ളത്. 2 പേർക്ക് മുകളിലും ഈ ഒരു സൈഡിൽ ഒരാൾക്കും കിടക്കാൻ പറ്റും. ടോട്ടൽ 30 ബെർത്താണ് ഇതിൽ വന്നിട്ടുള്ളത്. 30 ബെർത്ത് ആവാൻ കാരണം 32 ബെർത്ത് വരും ശരിക്കും. പക്ഷേ ഫ്രണ്ടിൽ നമുക്ക് സ്പേസ് കൂടുതലാണ്. ഞാൻ ഫ്രണ്ടിൽ പോകുമ്പോൾ കാട്ടിത്തരാം കേട്ടോ. ഫ്രണ്ടിൽ ഭയങ്കര സ്പേസ് ഈ വണ്ടിക്ക് കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ബെർത്ത് അവിടെ 2 കുറഞ്ഞ് പോയത്. ഇപ്പോൾ നമ്മൾ വാഷ്റൂമൊക്കെ ഉള്ള വണ്ടിയിലും ഇത് തന്നെ അവസ്ഥ. നമ്മൾ ബെർത്ത് കുറയും ഓരോ സംഭവങ്ങൾ ആഡ് ചെയ്യുമ്പോൾ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ടിക്കറ്റാണല്ലോ പ്രാധാന്യം. അതുകൊണ്ടാണ് ഈ വാഷ്റൂമൊന്നും കൂടുതൽ വണ്ടികളിൽ വെക്കാത്തത്. മാത്രമല്ല പിന്നെ വാഷ്റൂം പിന്നെ ഒരു അനാവശ്യ സംഭവം നന്നായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ടാണ് അത് കൂടുതൽ ആരും പ്രൊമോട്ട് ചെയ്യാത്ത. പിന്നെ ബാക്കിൽ വരുമ്പോൾ ഇതുപോലെ എമർജൻസി എക്സിറ്റും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ അപ്പർ ബെർത്ത്, ലോവർ ബെർത്ത് എന്നുള്ള അതിന് സൂചന ബോർഡ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അത് കണ്ടില്ലേ, നമ്മുടെ AC വെൻറ്റ് കാര്യങ്ങളൊക്കെ, ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരാൾക്കാണ് ഇതിൽ കിടക്കാനുള്ളത്. തൊട്ട് താഴെ ഒരാൾക്ക് ഇങ്ങനെ കിടക്കാം. മനസ്സിലായോ? അങ്ങനെയാണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ. അതായത് 2+1 ലേഔട്ടിലാണ് വന്നേക്കുന്നത്. ഈ ഒരു മുകളിൽ താഴെയായിട്ട് ഓരോരോ ബെർത്തുകളും, ഈ ഒരു സൈഡിലായിട്ട് മുകളിലും താഴെയായിട്ട് 2 പേർക്ക് വെച്ച് കിടക്കാൻ പറ്റുന്ന ബെർത്തുകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. താഴെ മാറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഓവറോൾ നല്ലൊരു യെല്ലോ തീമിലാണ് ഇതിൻ്റെ കർട്ടൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. AC ബ്ലോറും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ജിങ്കയുടെ AC യൂണിറ്റാണ് ഇവർ കാണുന്നത്. സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്സ് വേറെ ഉണ്ട്, ഒന്നും ഇട്ടിട്ടില്ല അധികം. ഇത്രയ്ക്കാണ് ഉള്ളിലത്തെ വിശേഷങ്ങൾ. നമുക്ക് ഫ്രണ്ടിലത്തെ കുറച്ച് കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടിലത്തെ കുറച്ച് കാഴ്ചകൾ കാട്ടിത്തരാം. ഞാൻ പറഞ്ഞിരുന്നു 30 ബെർത്താണ് ഇത് വന്നതെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കണ്ട ഇത്രയും സ്പേഷ്യസ് സാധാരണ നമുക്ക് ഇവിടെ ഇത്ര സ്ഥലം ഉണ്ടാവാറില്ല. നമ്മൾ ഈ ഒരു ഡോറിൻ്റെ ഇവിടെ നിന്ന് ഇവിടെ എൻഡാവും, ഇത്ര ഇതിൽ എൻഡാവും, അത് സ്ഥലം ഉണ്ടാവില്ല. മുകളിൽ ഇതുപോലെ ബെർത്തൊക്കെ ഉണ്ടാവും. ഒരാൾക്ക് മുകളിലും കിടക്കാം, താഴെയും കിടക്കാം. പക്ഷേ മറ്റേ വണ്ടിക്കൊക്കെ മുകളിൽ മാത്രമേ കിടക്കാൻ പറ്റുള്ളൂ, സ്ഥലം ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ കണ്ടില്ല, ഇതിൻ്റെ താഴെ ഇത്രയും സ്ഥലമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടം ലോറികളിലൊക്കെ ഉണ്ടാവുന്ന പോലെ അത്രയും ഒരു ബെർത്തിൻ്റെ ഫുൾ സ്ഥലം ഇവിടെ ഉണ്ട്. അപ്പോൾ ആ കോർണറിൻ്റെ ബെർത്തിൻ്റെ ഭാഗം ശരിക്കും ഒരൊറ്റ അവിടെ ശരിക്കും പറഞ്ഞൊരു ബെൻഡ് പോലെ ഉണ്ടാവും. ഇതിനെ ബെൻഡിലാണല്ലോ. ഇപ്പോൾ ഒരു ബെർത്തിൻ്റെ ഭാഗത്ത് ഫുള്ള് ഇവിടെ കിട്ടി. അതുകൊണ്ടാണ് ഒരു 30 ബെർത്തായി മാറിയത്. ഇവിടെ സിംഗിൾ ഒരു സീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല കാഫ് സപ്പോർട്ടോടുകൂടി സീറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതുപോലെയാണ് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ. ഒരു ഡോക്യുമെൻ്റ് ബോക്സ്, പിന്നെ പ്രകാശിൻ്റെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ ആൾക്ക് കിടക്കാം. പിന്നെ ഒരു ഫാന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. CCTV ക്യാമറ 2 കൊടുത്തിട്ടുണ്ട്. ഇതാണ് സ്റ്റിയറിംഗ് വീല്. BS4 വണ്ടിക്ക് സ്റ്റിയറിംഗ് വീല് ഭാരത് ബെൻസിൻ്റെ ഈ രീതിയിലാണ്. ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. BS6 വണ്ടിക്കൊക്കെ മാറ്റം ഒരുപാട് വന്നിട്ടുണ്ട്. ഇതാണ് ക്ലസ്റ്റർ. എല്ലാം ഡിജിറ്റലായിട്ട് നമുക്ക് ക്ലസ്റ്ററിൽ എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇപ്പുറത്തും കുറച്ച് സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എടുത്ത് പഴയ വീഡിയോസിൽ പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ എടുത്തതിനെ കുറിച്ച് പറയുന്നുണ്ട്. ബാക്കിയും ബ്രേക്ക്, ഹസാർഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. AC യൂണിറ്റ് കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. താഴെ സെറ്റ്, അതുപോലെ കുറേ സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ യേശുക്രിസ്തു കാര്യങ്ങൾ, പിന്നെ ഒരു തിരുപ്പതി ഭഗവാൻ്റെ ഇതൊക്കെ വെച്ചിട്ട് മാല, ജപമാല കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ കൺസോളൊക്കെ നന്നായിരിക്കുന്നുണ്ട്, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. നല്ല ഒരു വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കുറച്ച് കാട്ടിത്തരാം, ഇരുന്ന് കാട്ടിത്തരാം. അപ്പോൾ ഓവറോൾ ലുക്ക് ഈ രീതിയിലാണ് വന്നേക്കുന്നത് ഉള്ളിലത്തെ കേട്ടോ. അപ്പോൾ നന്നായിരിക്കുന്നുണ്ട്. ടോട്ടൽ ഒരു സൈഡിൽ മിററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത്രയ്ക്കൊക്കെയാണോ 2 ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, എൻ്റെ പേര് അജ്മൽ. ഇദ്ദേഹത്തിന് നിങ്ങൾ അറിയണ്ടായിരിക്കും, കുറച്ച് വൈറലൊക്കെ ഉള്ള ആളാണല്ലോ. ഇത് നമ്മുടെ KSRTC സ്കാനിയൊക്കെ ഓടിച്ചു വരുന്ന ആളാണ്. പിന്നെ
അതിനെക്കുറിച്ച് പറയും. വെച്ചാൽ അത് ലീസായിട്ട് ഓടിക്കൊണ്ടിരുന്നതാണ്. KSRTCക്ക് വേണ്ടിയിട്ട് 10 വണ്ടി ബോംബെ കമ്പനി കൊടുത്ത വണ്ടിയായിരുന്നു. അപ്പോൾ അതിലൊരു 4 വർഷം അതിലോടിയായിരുന്നു. 20ാമത്തെ വയസ്സിലാണ് ഫസ്റ്റ് ഈ ഫീൽഡിൽ വരുന്നത്. KSRTCയിലാണ് ഫസ്റ്റ് വരുന്നത്. അന്ന് മൾട്ടി ആക്സിൽ മൂകാംബിക ആയിരുന്നു ഓടിക്കൊണ്ടിരുന്നത്, തിരുവനന്തപുരം മൂകാംബിക. പിന്നെ അത് കഴിഞ്ഞ് റൂട്ട് മാറ്റം വന്നു. ബാംഗ്ലൂർ ഓടിയിട്ടുണ്ട്, സേലം വഴി ബാംഗ്ലൂർ ഓടിയിട്ടുണ്ട്, മൈസൂർ വഴി ബാംഗ്ലൂർ ഓടിയിട്ടുണ്ട്. പിന്നെ പുഞ്ചിരി ട്രാവൽസിന് വേണ്ടിയിട്ട് ഓടിയിട്ടുണ്ട്. അത് 1 വർഷം പുഞ്ചിരി ട്രാവൽസിന് വേണ്ടിയിട്ട്. അത് സ്കാനിയാണ് ഓടിക്കൊണ്ടിരുന്നത്. സ്കാനിയ, വോൾവോ ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാ വണ്ടിയും ഓടിയിട്ടുണ്ട്. വോൾവോ 9 ഐ ഷിഫ്റ്റ് വണ്ടിയാണ് ഓടിക്കൊണ്ടിരുന്നത്. വീട് എൻ്റെ വീട് മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിലെ വേങ്ങരയാണ് സ്ഥലം. നല്ല സപ്പോർട്ടാണ് നമുക്ക്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ബ്രദറാണ്, നല്ല സപ്പോർട്ട്. പിന്നെ ഇപ്പുറത്തെ വേറെ ആൾക്ക് തരാം. ഇതാണ് വേറെ സാരഥി. എൻ്റെ പേര്? എൻ്റെ പേര് വിഷ്ണുവാണ്. വീട് കൊല്ലം കടക്കൽ. ഇദ്ദേഹം നമ്മുടെ വീട് വരുന്ന സമയത്ത് ഇദ്ദേഹം വണ്ടി ഓടിച്ചിട്ടുണ്ട്. അല്ല 2 പേര് ഓടിച്ചിട്ട് അതിനുശേഷം ഇദ്ദേഹം മാറി ഷിഫ്റ്റാണ്. 8 മണിക്കൂറാണ് ഷിഫ്റ്റ്. അതെങ്ങനെ നിങ്ങൾ 8 മണിക്കൂർ കഴിഞ്ഞ് ആൾ മാറും, ചേഞ്ചിങ് ആണ്. 8 മണിക്കൂർ വെച്ച് ഡ്യൂട്ടി മാറിക്കൊണ്ടിരിക്കും. അത് യാത്രക്കാരെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഓഫീസിൽ നിന്നുള്ള യാത്ര ബുദ്ധിമുട്ടുണ്ടായത്, അതേപോലെ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള ഇതുകൊണ്ടാണ് നമുക്ക് 8 മണിക്കൂർ വെച്ച് ഇതാവുന്നത്. അതായത് ഡ്രൈവർക്ക് ക്ഷീണം വരരുത്. ആ ക്ഷീണം വന്നാൽ തന്നെ അടുത്ത ആൾ കയറുമ്പോഴേക്കും ആൾക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ ഇതിലെന്തൊക്കെ നമ്മുടെ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ലേഡീസ് കംഫർട്ടാണ്. അതായത് ഒരു പാസഞ്ചറെ എന്തൊക്കെ ചെയ്യുക, അവർക്ക് എന്താ വേണ്ടത് അതാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ വാഷ്റൂം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു സൈഡിൽ, അതായത് തിരുവനന്തപുരത്ത് നിന്ന് എടുക്കുന്ന വാഹനം 3 പ്രാവശ്യം വാഷ്റൂമിന് നമ്മൾ നിർത്തുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ പാസഞ്ചറും 3 പ്രാവശ്യം നമ്മൾ കോൾ ചെയ്യുന്നുണ്ട്. എല്ലാ പാസഞ്ചറെയും നമ്മൾ സ്ഥിരമായിട്ട് കയറ്റിക്കൊണ്ട്, അതായത് നമ്മൾ വരുന്ന പാസഞ്ചറെ നമ്മൾ കറക്റ്റ് സമയത്ത് കറക്റ്റ് ഇതിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്നത് 5:25 സമയത്ത്. 5 മണിയാകുമ്പോഴേക്കും നമ്മൾ എല്ലാ കസ്റ്റമറെയും വിളിക്കുന്നതായിരിക്കും. ഫസ്റ്റ് കോളിങ് 5 മണിക്കാണ്. അത് സെക്കൻഡ് കോളിങ് 5:10 ആകുമ്പോഴേക്കും വിളിക്കും. 3ാമത് പാസഞ്ചറെ ലാസ്റ്റ്, അതായത് വരുന്നുണ്ടോ ഇല്ല എന്നറിയാതെ ലേറ്റ് ആവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് 3ാമത് ഒരു കോളും കൂടി കസ്റ്റമറെ വിളിക്കുന്നത്. മൈസൂരിലെ ടൈമും അതേ 5:25. രാവിലെ പുലർച്ചെ നമ്മൾ ഒരു 7:40 ആകുമ്പോഴേക്കും നമ്മൾ സാധാരണ നിലയിൽ റീച്ച് ആവാറുണ്ട്. എന്തെങ്കിലും കാരണവശാൽ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ ഒരു ½ ആൻ അവർ കൂടി ഡിലേ ആവും. അത്രേ വരുന്നേ ഉള്ളൂ. ഞാൻ മുമ്പേ നജാത്തിലായിരുന്നു. നജാത്ത്, ആസിഫ്, കടപ്പിൽ. ഞാൻ എവിടെ നല്ല കണ്ടുപിടിച്ചിട്ടുണ്ട്, കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു. അപ്പോൾ അദ്ദേഹമാണ്, അദ്ദേഹത്തിന്റെ നാട് വരുന്ന ഇവിടെ കടക്കൽ, കൊല്ലം തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹം നല്ല സപ്പോർട്ടുള്ള ആളാണ്. ഇനി വേറെ ആളെ പരിചയപ്പെടുത്തി തരാം. എന്താ പേര്? അഫീം. എവിടെ വീട്? തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂർ. ഇതിലായിട്ട് കുറേ ഇല്ല വലിയ ഇല്ല, ഒരു 6 മാസമായത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഭാരത് ബെൻസ് BS4 വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. 12 മീറ്റർ വണ്ടി കേട്ടോ. ഓക്കെ, അതിൽ കൂടെ പോകും. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു. അപ്പോൾ അത് മൈസൂർക്ക് പോണ വഴിയില്ലത്. കസാട് ഇട്ട് വെച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ BS4 ഓടിക്കുകയാണ്. നമ്മൾ BS6 വണ്ടിയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ ഹൈലൈറ്റ് ട്രാവൽസിൻ്റെ 13.5 മീറ്റർ, പിന്നെ റൈഡർ മോഡൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഏതാ സ്പൈസ് കാർലർ വണ്ടി. അതിനുശേഷം ഇപ്പോൾ അതിന് മുന്നേ മിസ്റ്റർ ഹോളിഡേയ്സ് 13.5 മീറ്റർ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും നമുക്കൊരു എന്താ പറയുക, ഒരു പുതിയൊരു വണ്ടി, പുതിയ മീൻസ് BS4 നമ്മൾ ചെയ്യാത്തൊരു വണ്ടി നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മളെ വണ്ടി ഓടിച്ചുള്ള എക്സ്പീരിയൻസ്, നമ്മളതിന് മുന്നേ ആലിയ ചോദിച്ചേട്ടൻ്റെ വണ്ടി
നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ അതിൽ കിടക്കുന്നുണ്ട്, എല്ലാവരും ഒന്ന് പോയിട്ട് കാണുക. അതെ, ഭാരത് ബെൻസ് വേറൊരു ലെവല് വണ്ടിയാണ്. ഓടിക്കാനൊക്കെ നല്ല മജയാണ്. നമ്മൾ ആദ്യം ഒരു ഗ്ലൈഡർ വണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഗ്ലൈഡറായിരുന്നു ചെയ്തത്. അതിനുശേഷം PS4 അതിലാണ് നമ്മൾ തുടക്കം. അതിന് ശേഷം നമ്മൾ ചെയ്ത് ഷാജേട്ടൻ്റെ വണ്ടീന് ശേഷം നമ്മൾ ചെയ്ത് കുറേ തൂമ്പൂരിൻ്റെ BS6, അതിന് ശേഷം ANM ഗ്രൂപ്പിൻ്റെ ഗ്ലൈഡർ, സ്കാനിയ എല്ലാം ഈ ഒരു ചാനൽ കൊണ്ട് എന്താ കിട്ടിയ പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടിയൊരു സമ്പാദ്യം. അത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ആ റോഡൊക്കെ ഒന്ന് കാട്ടി കൊടുക്കും. നമ്മുടെ ബ്രദർ തന്നെയാണ് ഈ വീഡിയോ ഒക്കെ എടുത്തു തരണേ. ഏതായാലും നമ്മളെവിടെ ചെന്നാലും നമുക്ക് എല്ലാവരും സപ്പോർട്ടേഴ്സ് ഉണ്ട്, എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. എന്തായാലും നല്ലൊരു റോഡും കാര്യങ്ങളും നല്ല വൈബ്. ഇതിങ്ങനെ കുണിങ്ങിക്കൊണ്ടിരിക്കും. നല്ല രസമാണെന്ന് പറയാം വണ്ടി ഓടിക്കാനൊക്കെ ആയിട്ട്. ഞാൻ സീറ്റ് ബെൽറ്റ് നോക്കിയപ്പോൾ അവിടെ കുടുങ്ങി. അപ്പോൾ അതുകൊണ്ട് പിന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല. അപ്പം അതൊക്കെ മതി. നമ്മളിങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോഴേ പെട്ടെന്ന് അവിടെ നിൽക്കാനുള്ള സ്ഥലമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് റെക്കോർഡ് നമ്മുടെ ഇടയ്ക്ക് നോക്കുക, റെക്കോർഡല്ലേന്ന്. ചെറിയ ക്യാമറയ്ക്ക് ചെറിയൊരു പ്രശ്നം വന്നു തുടങ്ങിയിട്ടുണ്ട്, മാറ്റണം. അപ്പോൾ ഇതൊക്കെയാണ് നല്ല നമ്മൾ എന്താ പറയുക, നമ്മുടെ ഒരു വണ്ടി മച്ചാൻ അല്ലെങ്കിൽ വണ്ടി ഭ്രാന്തൻ്റെ ഒക്കെ ഒരു ഇതെന്ന് പറഞ്ഞാൽ. അല്ലാതെ ഇതൊന്നും എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ചിലരൊക്കെ പറയും ഇങ്ങനെ നമ്മളിങ്ങനെ ഇഷ്ടം പോലെ വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. ശരിയാണ്, പുതിയ പുതിയ വീഡിയോസൊക്കെ നമ്മളിപ്പോൾ എടുത്ത് ചെയ്യുന്നുണ്ടല്ലോ റീസെൻ്റ് ആയിട്ടെല്ലാം നോക്കിയാൽ. പക്ഷേ എന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും വ്യൂസ് വളരെ കുറവാണ്. അതാണ് നമുക്ക് വേറൊരു വിഷമമായിട്ടുള്ളൊരു കാര്യം. നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട ഓരോ വീഡിയോസൊക്കെ ചെയ്യണത്. അത് ആരും ചെയ്യാത്ത കഷ്ടപ്പെട്ട്. ഇപ്പോൾ വോൾവോ റീസെൻ്റായിട്ട് ചെയ്തു. അതിനൊന്നും ANM ഗ്രൂപ്പിൻ്റെ വോൾവോ അത് പറയാൻ മറന്നു. അതൊന്നും കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് കാണുക, ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അത് നല്ലൊരു വീഡിയോ ആണ്. അത് കേരളത്തിൽ തന്നെ രണ്ടാമത്തെ വണ്ടിയാണ് വോൾവോ 9600. അപ്പോൾ അതൊന്ന് കാണുക. പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുക. ഇത് തിരുവനന്തപുരത്ത് നിന്നാണ് പുറപ്പെടുന്നത്, മൈസൂർക്കാണ് ഈ വണ്ടി. അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ നിന്ന് ബുക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇടാം. അപ്പോൾ ഇവർ സപ്പോർട്ട് ചെയ്യാം. നമ്മളിത് ആദ്യം ലൈൻസായിട്ട് ഓടുന്ന സമയത്ത് നമ്മൾ ഈ വണ്ടിയുടെ വീഡിയോ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ അന്ന് നമുക്കത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് വണ്ടി വേറെ ഗ്രൂപ്പ് എടുത്തപ്പോൾ നമുക്കത് ചെയ്യാനും പറ്റി. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. ഞാൻ ഇന്ന് വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമുക്ക് എന്താ കൂടുതൽ ലെങ്ത്ത് കൂടി പോവുക നമ്മുടെ വീഡിയോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ഓടിക്കുന്നില്ല. അപ്പോൾ നമ്മളിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വണ്ടി ഇവിടെ എവിടെയായിട്ട് നമ്മൾ നിർത്തുക, സൈഡൊക്കെ നോക്കി പതുക്കെ നിർത്തണം. അപ്പോൾ വേറെ ഒന്നല്ല, എന്താ വെച്ചാൽ കഴിഞ്ഞ വീഡിയോനെ കുറേ ലെങ്ത് ഒക്കെ വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ കാണൽ കുറയാണ്. അപ്പോൾ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടി ഓടിക്കലും കുറയ്ക്കണേ. പിന്നെ അല്ലെങ്കിൽ ഓടിച്ച് കുറേ ദൂരം ഓടിച്ച് പിന്നെ ഞാൻ പോയിട്ട് കട്ട് ചെയ്യാൻ എഡിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേദം കുറച്ച് ഓടിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പോൾ ഇതിലത്തെ ഈ ഗ്രൂപ്പിൽ ഈ വണ്ടിയുടെ ആഗ്നേയ ഗ്രൂപ്പിലത്തെ എല്ലാ നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലായിടത്തും ഒരുപാട് താങ്ക്സ് ഉണ്ട്. നമ്മുടെ ബ്രദർ KSRTCയിൽ ഓടിക്കണം. ഞാൻ അദ്ദേഹം ഞാൻ നേരത്തെ കാട്ടിയില്ലോ, അദ്ദേഹമാണ് ഇതിൽ മെയിൻ സാരഥി. പിന്നെ വേറെ വിഷ്ണു ബ്രദർ ഉണ്ട്, അദ്ദേഹം ആണ് സാരഥികൾ. അപ്പോൾ എല്ലാവരുടെ ഒരിക്കൽ കൂടി താങ്ക്സ്, ഇതിന് ഓണർക്കും താങ്ക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഇടാം. അപ്പോൾ ഒരു അടുത്ത വീഡിയോ ഒരു ഗച്ച് വീഡിയോ വരണേ. അപ്പോൾ അതും കാണുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണാട്ടോ എല്ലാവരും. വ്യൂസ് കുറവാണ്. ബൈ.